എങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ തീർത്തും ബന്ധമില്ലാത്ത ആൾക്കാരാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഏൻഷ്യൻ്റ് DNA ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി അപ്പോൾ എന്താണ് ഈ പറയുന്ന DNA ഒന്ന് വെറുതെ ചുരുക്കി പറയാം, പലർക്കും അറിയാമായിരിക്കും. ഈ DNA എന്ന് പറയുന്നതാണ് നമ്മുടെ ജനിതകം അല്ലെങ്കിൽ ജനിതക തന്മാത്ര എന്നൊക്കെ വിളിക്കുന്ന സംഭവം. നമ്മുടെ ശരീരമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കോശങ്ങളാലാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോശങ്ങളുടെ അകത്തും ഉള്ള ഒരു പദാർത്ഥം, ഒരു തന്മാത്രയാണ് ഈ പറയുന്ന DNA എന്ന് പറയുന്നത്. ഒരൊറ്റ കോശം ഒഴിച്ച്, അതാണ് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ ഒഴിച്ച് ബാക്കി എല്ലാ കോശങ്ങൾക്കും DNA ഉണ്ട്. എല്ലാ കോശങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന DNA തന്മാത്രയാണ്. ചുവന്ന രക്താണുക്കൾ ഉണ്ടായി വരുന്ന സമയത്ത് അതിന് DNA ഉണ്ടായിരിക്കും. പക്ഷേ അത് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ അതിനകത്തുനിന്ന് DNA പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം ചുവന്ന രക്താണുക്കളുടെ ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തെ എമ്പാടും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം അതിന് ഓക്സിജൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ DNA-യിലേക്ക് അത് പുറത്താക്കുന്നു. ആ ഒരു കോശം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കോശത്തിനും DNA ഉണ്ട്. എല്ലാ കോശങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഈ പറയുന്ന DNA ആണ്. ഇനി ഈ DNA എന്ന് പറയുന്ന ഒരു വലിയൊരു തന്മാത്രയാണ്. അത് ഈ നമുക്ക് കാണാൻ പോലും പറ്റാത്ത കോശത്തിനകത്ത് ചുരുട്ടി പന്ത് പോലെ ആകൃതിയുള്ള ഹിസ്റ്റോൺസ് എന്ന് പേരുള്ള ഒരു പ്രോട്ടീൻ്റെ ചുറ്റാകെ ചുറ്റി ആണ് വെച്ചിരിക്കുന്നത്. ഇതിനെ നിവർത്തിയെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 2 മീറ്ററോളം നീളം വരും. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 മീറ്ററോളം. നമ്മളെ കാട്ടി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും 2 മീറ്റർ പൊക്കം ഉണ്ടോ? അപ്പോൾ നമ്മളെ കാട്ടി ഉയരം കാണും ഈ DNA നിവർത്തിയെടുത്തു കഴിഞ്ഞാൽ. അത്രയും വലിയ ഒരു തന്മാത്രയാണ് ഈ DNA എന്ന് പറയുന്നത്. ഈ DNA 4 വേറെ തന്മാത്രകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ 4 തന്മാത്രകൾ കൊണ്ടാണ്, ഈ 4 തന്മാത്രകൾ കൊണ്ടാണ് ഈ DNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഏത് ജീവജാലത്തിൻ്റെ DNA എടുത്തു കഴിഞ്ഞാലും ഈ 4 എണ്ണം കൊണ്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതും കൂടെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഭൂമിയിൽ ഒരു തവണ മാത്രമേ ജീവൻ ഉണ്ടായിട്ടുണ്ടാവൂ എന്ന് പറയുന്നത്. കാരണം എല്ലാവരുടെയും ജനിതക പദാർത്ഥം ഈ പറയുന്ന 4 അക്ഷരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പറയുന്ന 4 തന്മാത്രകളെ ചുരുക്കി 4 അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അഡിനിനെ A, തൈമിനെ T, ഗ്വാനിനെ G, സൈറ്റോസിനെ C, ATCG എന്ന് പറയുന്ന ഈ 4 അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഏത് രീതിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അടുക്കി വെച്ചിരിക്കുന്നതിൽ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിനനുസരിച്ചിട്ടായിരിക്കും ആ DNA ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കൂട്ടം അക്ഷരങ്ങൾ കാണാം. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ ധർമ്മം. ഇൻസുലിൻ എന്താണ്? ഇൻസുലിൻ ഒരു ഹോർമോണാണ്. ബ്ലഡിനകത്തേക്ക് വരുന്ന ഗ്ലൂക്കോസിനെ കോശങ്ങൾക്കകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ കൊടുക്കുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. ആ ഇൻസുലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അക്ഷരമാലയാണ് ഈ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഏതാണ്ട് 1400ഓളം അക്ഷരങ്ങളുണ്ട്. ഞാനിവിടെ 70 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ സ്ലൈഡിലെല്ലാം കൂടെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന DNA-യിൽ ചില ഭാഗങ്ങളുണ്ട്, ഒരു കൂട്ടം അക്ഷരമാലകൾ. അവയെ നമ്മൾ ജീനുകളെന്ന് വിളിക്കും. അപ്പോൾ ജീനുകൾക്ക് വലിപ്പം കുറവുള്ളതുണ്ട്, ഇടത്തരം വലിപ്പമുള്ളതുണ്ട്, ചെറിയ വലിപ്പമുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ നീളം എത്രയാണോ അതിനെയാണ് നമ്മൾ സൈസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസുലിൻ്റെ സൈസ് ഏതാണ്ട് 1400ഓളം ബേസ് പെയറുകളെന്നാണ് നമ്മൾ പറയുക. 1400 സൈസാണ് ഇൻസുലിൻ ഉള്ളത്. അങ്ങനെ വളരെ ചെറിയ പ്രോട്ടീനുണ്ട്. ചില ക്യാൻസറുകളെയൊക്കെ പ്രതിരോധിക്കുന്ന, ക്യാൻസർ കോശങ്ങളൊന്നും ശരീരത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ചില ജീനുകൾക്ക് 70,000 80,000 സൈസൊക്കെ ഉള്ള ജീനുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ ജീനുകളുടെ ഈ അക്ഷരമാലകൾ വായിച്ചെടുക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ DNA സീക്വൻസിങ് എന്ന് പറയുന്നത്. ഈ പരിപാടി നമുക്കറിയാമെങ്കിൽ, ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടോ, നമ്മൾ ഏത് കുലത്തിൽ നിന്നാണ് വന്നത്, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഏത് ഭാഗത്തു നിന്നാണ് വന്നത്, നമ്മൾ ആരോടൊക്കെ റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ഈ മൊത്തം DNA സീക്വൻസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മനുഷ്യൻ്റെ DNA കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സീക്വൻസ് ചെയ്ത് കഴിഞ്ഞു. അത് 2003 മറ്റോ കംപ്ലീറ്റ് ആയിട്ട് അതിനെ സീക്വൻസ് ചെയ്ത് കഴിഞ്ഞു. 15 വർഷം എടുത്ത പ്രോജക്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 400 കോടി രൂപയോ മറ്റോ ആയി അത് മൊത്തം സീക്വൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 15 വർഷം എടുത്തു. പക്ഷേ ഇന്ന് നിങ്ങളുടെ ആരെങ്കിലും DNA സീക്വൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനകം കാര്യം കിട്ടും.
അതായത് ടെക്നോളജി അത്രമാത്രം വളർന്നു കഴിഞ്ഞു. അതിന് മൊത്തം ഒരു 60,000 രൂപയ്ക്ക് താഴെ ചിലവാവേ ഉള്ളൂ. അപ്പോൾ 400 കോടിയിൽ നിന്ന് 60,000 രൂപയിലേക്ക് 15 വർഷത്തിൽ നിന്ന് വെറും 3 ദിവസത്തിലേക്ക്. അങ്ങനെയാണ് ടെക്നോളജി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ മൊത്തം DNA സീക്വൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ജീനിന്